ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അന്നമ്മയ്ക്ക് വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത്. അവൾക്ക് ഒരു നീലയും അതുപോലെ തന്നെ യെല്ലോ കളർ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് 2 അലിഗേറ്റർ ക്ലിപ്പ് കേട്ടോ. അപ്പോൾ 2 വശം നമ്മളിങ്ങനെ കേട്ടില്ലേ, ആ സമയത്ത് വയ്ക്കാൻ പറ്റുന്ന കുഞ്ഞൻ 2 അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 1 ഇഞ്ചാണ് കേട്ടോ. വീതി വന്നിട്ട് 1 ഇഞ്ച്, അതുപോലെ നീളം 15.5 സെൻറ്റിമീറ്ററിൻ്റെയും 12.5 സെൻറ്റിമീറ്റർ, അങ്ങനെയാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ട് മടക്കിയെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടി ചേർത്ത് ഉരുക്കിയെടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇത് ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹെയർ അക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർഗൻസ റിബൺ, അതുപോലെ തന്നെ ഗ്രോസ് ഗ്രേ റിബൺ, സാറ്റിൻ്റെ റിബൺ, ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ വെക്കേഷനാണ്, നമ്മുടെ കുഞ്ഞു വാവകൾക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട്, അതായത് അവരെയും കൂടെ കൊണ്ട് നമുക്കിതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യിക്കാനായിട്ട് പറ്റും. സ്കൂൾ തുറക്കുന്ന ടൈമിൽ അവർ ചെയ്തിട്ടുള്ള വർക്കൊക്കെ, അതായത് അവർ ചെയ്തിട്ടുള്ള അക്സസറീസൊക്കെ വച്ചിട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 195 രൂപയുടെ കിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് വാങ്ങിച്ചാൽ ആ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അതായത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം. ഈ ഒരു ബിസിനസ് നിങ്ങളെ കൊണ്ട് തുടങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞൻ കിറ്റ് വാങ്ങിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു സംഭവം നമ്മൾ ചെയ്തെടുത്തിട്ട് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ഒരു ലീഫ് മാതിരി ചെയ്തെടുക്കുക, ഒരു കുഞ്ഞൻ പെറ്റൽ പോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിനിതുപോലെ സെൻറ്റർ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താൽ മാത്രം മതി. നല്ല രസമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. 2 സൈഡ് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ചെയ്യാം കേട്ടോ. ഇത് ഒരേ കളർ തന്നെ എടുക്കണം എന്നില്ല, 2 കളറാക്കിയിട്ട് എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് അറിയുന്ന ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ 2 കളറുള്ള ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് 2 കളറിൽ എടുക്കാനായിട്ട് പറ്റും. ഇത്ര മാത്രം ചെയ്തിട്ട് നമുക്ക് സെൻറ്ററിൽ ഒരു സ്റ്റോണോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ റിബൺ വെച്ചിട്ട് തന്നെ ഒന്ന് കെട്ടിയെടുക്കില്ലേ, അതുപോലെയൊക്കെ ചെയ്തിട്ട് ഇതൊരു മോഡലാക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സെയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പൈസ ചിലവാക്കാതെ ഈ ഒരു സംഭവമൊക്കെ ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2 കളറിലുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഒരു കുഞ്ഞൻ ഫ്ലവറും കൂടി മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലൂ കളറാണ് കേട്ടോ അതിൻ്റെ സ്കേർട്ട്. അപ്പം ആ ഒരു ബ്ലൂ വെച്ചിട്ട് 2ആയിട്ട് മടക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഞ്ഞൻ ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. 1 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സെയിം കളർ തന്നെ റിബൺ ഉണ്ടെങ്കിൽ സെയിം വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഒരു നീല കളറ് റിബൺ ഉണ്ടായിരുന്നില്ല, അതായത് ഗ്രോസ് ഗ്രേനിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സാറ്റിൻ എടുക്കുന്നത്. അപ്പോൾ എല്ലാ റിബണും, അതായത് 2 ടൈപ്പുള്ള റിബണും കൂടി ഒന്നിച്ചിട്ട് ചെയ്യുന്നതിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ ഒരു കുട്ടി ഫ്ലവർ ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ റിബൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇതൊന്ന് മടക്കി കൊടുത്തത്. നിങ്ങളതിൽ 1/2 ഇഞ്ചിൻ്റെ റിബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കേണ്ട ആവശ്യമില്ല. ഒരു കുഞ്ഞ് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വളരെ ചെറിയൊരു അലിഗേറ്റർ ക്ലിപ്പ് ആയതുകൊണ്ടാണ് നമ്മളതിങ്ങനെ മടക്കിയിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഒരുവിധം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക. ഒട്ടിക്കുന്നതിലും അതായിരിക്കും കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുക. പിന്നെ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഇളകി പോകൂലേ എന്നൊക്കെ കമൻറ്റ്സ് വരുന്നുണ്ട്. ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇളകി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ടൊക്കെ ഒട്ടിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാതെ ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഹെയർ ബോയിലോട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് ഇളകി പോരില്ല കേട്ടോ. അല്ലാതെ നമ്മൾ ഇപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് തന്നെ ഡയറക്റ്റായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി പോരും. ഓക്കെ, അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യരുത്. ഒന്നുകിൽ ഷീറ്റ്, അതായത് ക്യാൻവാസിൻ്റെ ഷീറ്റ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതിവിടെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഇരിക്കുന്ന പോലെ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ്
ഒരു റിബൺ ഇവിടെ ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ മടക്കിയിട്ട് ഒന്ന് വെച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നീളം വന്നിട്ട് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഒട്ടിച്ച് കൊടുക്കണ്ട. ഈ ഭാഗം നിങ്ങൾ ഉറപ്പായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അതൊന്ന് കറക്റ്റ് ഒട്ടിച്ച് കൊടുക്കാം. ഇതേമാതിരി ഒട്ടിച്ചെടുക്കാം. നമ്മൾ വെറുതെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പീസ് റിബൺ ഇവിടെ വെച്ചിട്ട് അതിനെയും കൂടി ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താലും ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ഉരുക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഒട്ടും കേട്ടോ. എന്നിട്ട് വീണ്ടും അപ്പുറ സൈഡിലോട്ടും കൂടി കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ബാക്കിയുള്ള ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഉരുക്കി കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിങ് കൂടെ ചെയ്ത് കൊടുത്താൽ പിന്നെ ഇളകി പോരും എന്നുള്ള പേടി വേണ്ട കേട്ടോ. സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഓക്കെ. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് അതുപോലെ തന്നെ ഹെയർ ബണ്ണൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു കുഞ്ഞ് റിബൺ വെച്ചിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. എൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുട്ടി സ്റ്റോണും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് റെഡി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ഇനി ഒരു പിപ്സും കൂടി വെച്ച് കൊടുക്കാമെന്ന്. നമ്മുടെ പോളനില്ലേ അതിൻ്റെ 2 ഇതും കൂടി അപ്പുറ സൈഡും ഇപ്പുറ സൈഡും കൂടെ വെച്ച് കൊടുത്താൽ രസം ഉണ്ടാവില്ലേ. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒരു പീസ് കേട്ടോ, ഒറ്റ പീസ് ഗോൾഡ് കളറ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഡ്രസ്സും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 2 അലിഗേറ്റർ ക്ലിപ്പുകൾ ചെയ്തെടുത്തേക്കുന്നത്. ഇത് കുഞ്ഞിതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് അവൾക്ക് ഇട്ടേക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കെട്ടിക്കൊടുത്താൽ ഭംഗിയുണ്ടാവും. അപ്പോൾ രസമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേ.